ഇതേ അപ്പോൾ ഇതാണ് 50 രൂപയ്ക്ക് ഊണ് കൊടുക്കണം. ഈ മീനില്ല കേട്ടോ. അപ്പോൾ അവിയൽ, പച്ചടി, അച്ചാർ, ഇനി ഒഴിക്കാൻ ഒരു 4 കൂട്ടുണ്ട്, മീൻചാറും മോരും സാമ്പാറും രസമൊക്കെ ആയിട്ട്. ഇതേ ഈ മീനും കൂടെ ചേർത്തിട്ടാണെങ്കിൽ അപ്പോൾ 80 രൂപ ഊണിനെ. ഇനി ഈ 50 രൂപയുടെ ഊണിൻ്റെ കൂടെ നമുക്ക് ഇറച്ചിയാണ് വേണ്ടെങ്കിൽ ഇത് 50 രൂപയ്ക്ക് ഇറച്ചി. അപ്പോൾ 100 രൂപയ്ക്ക് ഇതുപോലെ നാടൻ കോഴി കൂട്ടിയിട്ട് ഊണ് കഴിക്കാം. ഇത് ഇറച്ചി മാത്രം ഒരു ഫുള്ളാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലേറ്റ് 100 രൂപ. ഇവിടെ വരുന്നവരെ നമ്മൾ 1 രൂപയും കൂട്ടി വാങ്ങിക്കൂല. അപ്പോൾ അവരെല്ലാവരും ചിലർ പരാതി പറഞ്ഞിട്ട് പോകും. ഇന്നലെയും മെനഞ്ഞാന്ന് വന്നവർ പരാതി പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ഇത് നിങ്ങൾ എന്തിനാ ഈ റേറ്റിൽ ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അവരെ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു ദോശയ്ക്ക് 10 രൂപ 15 രൂപ റേറ്റ് ഉണ്ട് പോലും. അതിന് ചായ ആയാലും 15 രൂപ ഉണ്ട് എന്നൊക്കെ പറയും. അതുകൊണ്ട് അവർ നിങ്ങളിങ്ങനെ റേറ്റൊന്നും കുറച്ച് കൊടുക്കരുത്, നമ്മൾ വരണവരെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങാൻ നിൽക്കരുത് എന്ന് പറയും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് എല്ലാവരും ഒന്നുപോലെയാണ്, മനുഷ്യരല്ലേ, എല്ലാവരും ഒന്നുപോലെയാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇത് കാഞ്ഞിരംകുളത്തിന് തൊട്ടടുത്താട്ടോ, നെല്ലിക്കാക്കുഴി. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയാൻ നാടൻ കോഴിയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്പെഷ്യലാണല്ലോ. മാത്രമല്ല അത് ഹാഫ് 50 രൂപയ്ക്കാണ്. അപ്പോൾ 50 രൂപയ്ക്ക് നാടൻ കോഴി, 50 രൂപയ്ക്ക് ഊണ്. മീൻ വറുത്തതൊക്കെ ആണെങ്കിൽ വെറും 30 രൂപയ്ക്ക്. അങ്ങനെ ചെറിയ പൈസയ്ക്ക് വലിയ രുചി വിളമ്പുന്ന ഒരു കടയിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മളെ നാടൻ കോഴിയാണ് റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചേട്ടനാണെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ ഏട്ടാ കോഴികളൊക്കെ സ്വന്തമായിട്ടുണ്ട്. അതെത്ര വർഷമായി ഏട്ടാ കോഴി വളർത്തലൊക്കെ തുടങ്ങിയിട്ട്? അതായത് ഹോട്ടലും തുടങ്ങണതിന് മുമ്പും ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. മുട്ടയും അപ്പൊ കൊടുക്കും എല്ലാ ആളുകൾക്ക്? മുട്ടയും കൊടുക്കുക. എന്റെ അമ്മയാണ് കൂടുതലും അവിടെ കേറിങ്ങല്ല. ചൂട് നെയ്യപ്പവും നമ്മളെ സുഖിയനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമൊക്കെ 10 രൂപയാട്ടോ. ഊണൊക്കെ 11, 12 മണിയാകുമ്പം റെഡിയാവും. ഊണിന്റെ കൂടെയും ഇറച്ചിയുണ്ട്. ഇറച്ചിയുണ്ട്. ഇറച്ചി കഴിക്കുന്നവർക്ക് ഇറച്ചി കൊടുക്കും, മീൻ വേണമെന്നുള്ളവർക്ക് മീൻ കൊടുക്കും. ഞായറാഴ്ചയുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഒരു ദിവസവും ചേട്ടൻ ശരിക്കും ഇതല്ലായിരുന്നു മേഖല അല്ലേ? പാചകത്തിലേക്ക് പിന്നെ വന്ന ആളാണ്. ഇപ്പൊ എത്ര കൊല്ലായി അവിടെ ഇവിടെ എല്ലാം കൂടെ കട? എല്ലാം കൂടെ ഇപ്പൊ 8 വർഷം വരും. 8 വർഷമായി. മുന്നേ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്. എല്ലാ പണിയും ചെയ്യും. ഞാൻ PSC ജോലി ചെയ്ത് അങ്ങനെ എല്ലാ മേഖലയിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പാചകമാണ് മെയിൻ. പാചകമായിട്ട് ആളുകൾ കഴിച്ചിട്ട് പറയോ, അഭിപ്രായമൊക്കെ പറഞ്ഞു വരുമോ? ഇഷ്ടപ്പെടും. അവളെ ഊണാണ് എല്ലാവരുടെയും. ഊണ് കഴിക്കാനാണ് കൂടുതൽ ആളുകൾ വരുന്നത് അല്ലേ? കറിയും മറ്റുള്ള കാര്യങ്ങൾ ആളുകൾ വിചാരിക്കുമ്പോഴേ 100 രൂപയ്ക്ക് ചിക്കനും കൂട്ടിയിട്ട് ഊണ് കഴിക്കാം ഇവിടെ വന്നാ. വേറെ എവിടെയും കിട്ടൂലല്ലോ. അതെ, 100 രൂപയ്ക്ക് എന്തായാലും ഇവിടെ നിന്ന് നല്ല രീതിയിൽ ആഹാരം കഴിച്ചിട്ട് പോവാം. അത് കാപ്പി ആയാലും അങ്ങനെ തന്നെ. രാവിലെ ഇവിടെ നമ്മൾ ദോശയൊക്കെ 5 രൂപയേ ഉള്ളൂ. ദോശ 5 രൂപ, പുട്ട് 20 രൂപ, അങ്ങനെ ഒരു പുട്ടൊക്കെ 20 രൂപ. അങ്ങനെ നമ്മൾ കാപ്പി എല്ലാം നല്ലതുപോലെ കഴിച്ചിട്ടൊക്കെ പോവാം. നമ്മൾ സാധാരണ നോർമൽ. പിന്നെ ഇവിടെ വേറെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതി ആ ഒരു ഇതേ ഉള്ളൂ. അല്ല നമുക്ക് വേറെ ഒന്നും കൊടുക്കാൻ പോകില്ല. ഊണിന്റെ കൂടെ കൊടുക്കണ ഗ്രേവി ആട്ടോ മീനിന്റെ. കൊള്ളാം. അതായത് ഈ മല്ലിയും മുളകും ഒക്കെ നമ്മളിങ്ങനെ നല്ല വറുത്തിടുന്ന ഇതില്ലേ, അതായത് ചിക്കൻ മസാലയല്ല, മല്ലിയും മുളകും നേരെ വറുത്തിടൂലേ, ആ ഒരു സ്വാദാ. ചേട്ടൻ വീട്ടിൽ കുറേ കോഴികളെ വളർത്തുന്നുണ്ട് കേട്ടോ. ഇറച്ചിക്ക് വേണ്ടുന്ന കോഴി, മുട്ടയ്ക്കൊക്കെ ആവശ്യത്തിന് അവർ തന്നെ വളർത്തും. ചില വീഡിയോ ഇടുമ്പോൾ നമ്മൾക്ക് ചോദിക്കും, തിരുവനന്തപുരത്ത് എവിടെ നിന്ന് ഇതിനു വേണ്ടി നാടൻ കോഴി കിട്ടണമെന്നൊക്കെ ചോദിക്കും. മിക്കവാറും സ്ഥലങ്ങളിൽ കോഴികൾ വളർത്തുന്ന വീടുകളുണ്ട് നാട്ടുപുറത്തേക്കൊക്കെ വരുമ്പോൾ. ഇവർക്ക് ആവശ്യത്തിന് ഇറച്ചിക്കുള്ളത് ഇവർ വളർത്തുകയാണ്. കൊള്ളാട്ടാ. 50 രൂപയ്ക്കൊക്കെ ഊണ് കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ കുറവല്ലേ? മിക്കവാറും എല്ലായിടത്തും 60 രൂപ തന്നെയാക്കി. വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. ആണെങ്കിൽ പച്ചടിയൊക്കെ പപ്പായയാണ്, പപ്പങ്ങാന്ന് പറയില്ലേ. ഇവിടെ നാട്ടുമ്പുറം ആയതുകൊണ്ട് അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവർ കറിക്ക് ഉപയോഗിക്കും. മുരിങ്ങയില തോരൻ വയ്ക്കുക, ചക്കയുടെ സീസണായ ചക്ക, അങ്ങനെയൊക്കെ. ഇവിടെ തൊട്ടടുത്തേ ഒരു സ്കൂളുണ്ട്, മൗണ്ട് കാർമൽ എന്ന് പറഞ്ഞിട്ട്. അത് ഈ PSCയും അതുപോലെ പിന്നെ മറ്റേ
പരീക്ഷകളൊക്കെ നടക്കൂലേ, അങ്ങനത്തെ ടെസ്റ്റുകൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ പരീക്ഷ, UPSC പോലെ റെയിൽവേ പോലെയുള്ള എല്ലാ പരീക്ഷകളും നടക്കുന്ന തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും വേറെ ജില്ലയിൽ നിന്നായാലും എക്സാം ഇവിടെ വെച്ചിട്ട് കമ്പ്യൂട്ടർ വഴി എഴുതുന്ന പരീക്ഷകളാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ടടുത്താണ് ഈ കടയുള്ളത്. അപ്പോൾ ചെറിയ ബേസിക് 5 രൂപയ്ക്ക് ദോശയും 10 രൂപയ്ക്ക് കടികളും 50 രൂപയ്ക്ക് ഊണും ഒക്കെ കിട്ടും. അങ്ങനെ ആരെങ്കിലും പുറമേ നിന്ന് വരുന്നവർക്കായാലും ചിലപ്പോൾ ഉപകാരപ്പെടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കാം. നല്ല സൂപ്പർ ഭക്ഷണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കനും മീനും ഒന്നും നമ്മൾ അതൊക്കെ സ്പെഷ്യലാണ്, അതൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ മീൻ കൂട്ടാനും ആ ഒരു കപ്പങ്ങയിട്ട് പച്ചടിയും അത് മാത്രം മതി. അത്രയ്ക്ക് നല്ലൊരു സ്വാദാണ് കേട്ടോ. അപ്പോൾ ശരിക്കും 50 രൂപയ്ക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പൈസയ്ക്കാണ് ഉച്ചഭക്ഷണം കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ദോശയൊക്കെ ആയാലും 5 രൂപയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞിടങ്ങളൊക്കെ നമ്മൾ ഇനി കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. കാരണം നല്ല ഭക്ഷണം കൊടുക്കുന്ന ഇടങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന നാടൻ പച്ചക്കറികളും നാടനായിട്ടുള്ള സാധനങ്ങളും എന്തിനും നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇറച്ചി വരെ അവർ സ്വന്തമായിട്ട് വീട്ടിൽ അതിനെ കോഴീനെ വളർത്തി ആ ഇറച്ചിയാണ് അവിടെ വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും മാന്യമായ വിലയ്ക്ക് നാടൻ രുചികളൊക്കെ കൊടുക്കുന്ന ഒരിടാണ്. ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ചേട്ടൻ്റെ നമ്പറും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ചെറിയ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇന്നും ഇപ്പോൾ രാവിലെ പൊറോട്ടയ്ക്കും ഇറച്ചിക്കും ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാം. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.